മിസ്സാവുന്നതെന്ന്. ഒരുപാട് സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല, അത്രയും ആൾക്കാരുണ്ട്. ഇത് രണ്ടും ഇപ്പം എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. 4 മണി സമയമായിട്ടുണ്ട്. ഇത്ര നേരം ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ചെറുതായിട്ട് ഒന്ന് പുറത്ത് പോകാം, ചെറുതായിട്ട് ഷോപ്പിംഗ് ഉണ്ട്, അങ്ങനെ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ തിങ്ക് ഒരു 5 or 6 days ഒക്കെ ആയി, ഓൾമോസ്റ്റ് ഒരു 1 week ആയി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇനി ഡിലേ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് റെഡിയായി ഇനി പോവാണ്. കാരണം ബില്ലും ഹാലയും താഴെ വെയിറ്റിംഗ് ആണ്. കുറച്ചധികം നേരമായി റെഡിയാവാൻ കയറിയിട്ട്. എന്തായാലും റെഡിയായി പോട്ടെ. എന്തായാലും ഇനി പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. സോ ബിഫോർ ദാറ്റ്, നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡു സബ്സ്ക്രൈബ്. നമ്മൾ എത്ര ഒരു ദിവസം രാവിലെ തുടങ്ങി വീട് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാലും എവിടെയെങ്കിലും പോകാൻ നേരത്ത് എനിക്കറിയില്ല എങ്ങനെയാണ് വീട് മെസ്സാവുന്നതെന്ന്. എല്ലാം പെട്ടെന്ന് റെഡി ആവുന്ന തിരക്കത്തിൽ അവിടെ ഇവിടെ കിട്ടിയേക്കാണ്. ഇനി എനിക്കതൊന്നും ഒതുക്കാൻ നേരമില്ല. അതൊക്കെ ഇനി വന്നിട്ട് ഒതുക്കാം. എന്നാലും വേഗം പോട്ടെ. കുറേ നാളായി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ട്. വേറെ ഒന്നുമല്ല, ഒരിടയ്ക്ക് ഇങ്ങനെ കുറേ ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടിയപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഡ്രസ്സ് വാങ്ങിക്കണ്ടെന്ന്. കുറേ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിലവ് ആയി കഴിയുമ്പോൾ അറ്റ് സം പോയിന്റ് ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമായെന്ന്. അങ്ങനെ കുറേ നാൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് ഞാൻ വീണ്ടും ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു പ്രോപ്പർ ഷോപ്പിംഗ് ചെയ്യുന്നത് തന്നെ. കണ്ട പാടെ കടല് കണ്ടതുപോലെ അഴകും ആഴവും അളവറിയാതെ അഹങ്കാരിയെ ആരാധികേ ആരിലും നീയെ വിലോലെ കാണുവാൻ തോന്നുന്ന പോലെ അലങ്കാരിയെ ആരാധികേ. കണ്ണിൽ കാണും കണ്ടാലോ തീരാത്ത കടല് കണ്ടില്ലാരും എന്നാലും ഞാൻ കണ്ടു നിറയെ. കണ്ണിൽ കാണും കണ്ടാലോ തീരാത്ത കടല് കണ്ടില്ലാരും എന്നാലും ഞാൻ കണ്ടു നിറയെ. ഹല പാടാമോ? ഹലക്കറിയില്ല, ഹലക്കൊന്നും അറിയില്ല. പൊട്ടണ വാതിലേ അളവും ആഴവും അളവറിയാതെ അഹങ്കാരിയെ ആരാധികേ. ഇന്നിപ്പോൾ ഡ്രസ്സ് ഷോപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാൻ തന്നെ എൻ്റെ അല്ല, ബില്ലുവിൻ്റെ ആണ്. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കബോർഡിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നും കുറേ നാളായല്ലോ ഇപ്പോൾ ഷോപ്പ് ചെയ്തിട്ട്, എന്തായാലും അടുത്ത വീക്ക് പോവാം അല്ലെങ്കിൽ ഈ വീക്ക് പോവാം അങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും അല്ലെങ്കിൽ വേണ്ട കുറച്ചും കൂടെ കഴിയട്ടെ, അങ്ങനത്തെ ഒരു മൈൻഡായി ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഒരു പരാതി കേൾക്കുന്നത് കൊണ്ട് ബില്ല് കൊടുത്ത തീരുമാനമാണ് ഇന്ന് നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ച് തന്നിട്ടേ കാര്യമുള്ളൂ എന്ന്. പക്ഷെ പോകാൻ ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കിന്ന് ഡ്രസ്സ് വേണ്ട, നമുക്ക് എവിടെ നിന്ന് തെമൂന്നൊക്കെ ഓർഡർ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള പരാതി കൊണ്ടുള്ള ശല്യം കാരണം ബില്ല് തീരുമാനിച്ചിന്ന് എന്തായാലും ഡ്രസ്സ് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്ന സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ. സിറ്റി സെൻറ്റർ ആകുമ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ പോയി നോക്കാനായിട്ടൊരു 100 ഓപ്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പ്ലാൻ ചെയ്യുന്നത് H&Mലാണ്. അവിടെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
ഇല്ല. ഹാപ്പി? ഓക്കെ. ഞാൻ H&Mൽ വന്നിക്കാണ് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരുപാട് സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല, അപ്പുറത്തേക്ക് ആൾക്കാരുണ്ട്. സോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഒരു ഡ്രസ്സ്. ഇതെനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടമായി. വലിയ ഇഷ്ടമായെന്ന് വെച്ചാൽ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതെടുക്കാമെന്ന്. ബട്ട് എനിക്ക് ഈ വൈറ്റ് ഇതിൻ്റെ കൂടെ വലിയ എനിക്ക് തോന്നുന്നില്ല. വാട്ട് യു ഗൈസ് തിങ്ക്? എനിക്ക് തോന്നുന്ന ഒരു ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ആണോ? ഏതാ? ഇഷ്ടമായോ? ഡ്രസ്സ് ഇഷ്ടമായോ? ചാക്കിയുടെ ഡ്രസ്സ് ഇഷ്ടമായോ? ചാക്കിയുടെ ഡ്രസ്സ് ഇഷ്ടമായോ? ചാക്കിയുടെ ഡ്രസ്സ് ഇഷ്ടമാണോ? ഓക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് എടുക്കാം. പക്ഷേ ഈ പാൻസ് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഇവിടെ ഫിറ്റ് അല്ല. സോ പാൻസ് എടുക്കണില്ല. ഈ ടോപ്പ് കുഴപ്പമില്ല. ഇനി വേറെ ഒന്നോടെ ഉണ്ട്. ഇതോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഡ്രസ്സും ഇതും എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി. ഇപ്പോൾ കുറച്ച് സെയിൽ നടക്കുന്നുണ്ട്. സോ വലിയ പ്രൈസ് ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവരെ ക്ലോത്ത്സ് കുറേ കാലം ഇങ്ങനെ നിൽക്കുന്ന ക്ലോത്ത്സാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ റേറ്റ് ഇല്ല. ഐ തിങ്ക് ഒരു 1600 അങ്ങനെ എന്തോ ഉള്ളൂ. കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേസ് ഞാൻ എടുക്കുകയാണ്. പാൻസ് എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷെ എനിക്ക് ഇവിടെ ലൂസ് ഭയങ്കര ടൈറ്റാണ്. ഓക്കെ, സോ ഇത് രണ്ടും ഇപ്പോൾ എടുക്കാം. ഇനി വേറെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇങ്ങനെ നോക്കാം. പ്രിൻസസ് ഹാല പ്രിൻസസ് ഡ്രസ്. അവളേതാ നോക്കണം? അവൾക്ക് ഇത് ഇഷ്ടം. എടുത്ത സ്കേർട്ട് നോക്ക്. ഇത് കാണും. അയ്യേ ഇത് കാണും. നോക്ക്, ഇത് കണ്ട ഇതെങ്ങനെ ഇത് നോക്ക്. നിഴലടിക്ക. ഇത് കാണും. ഇത് കണ്ട. Yes. Ara? Give me a hand. Okay? കാറിലിരിക്കുവോ? കാർ എന്തിനാ പിന്നെ വാങ്ങിച്ച നമ്മള്? അപ്പൊ നീ ഇങ്ങനെ ഇറങ്ങുമ്പോ എനിക്ക് പേടിയോ? ഇല്ലോ, അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത ലിഫ്റ്റിൽ കയറാൻ. നല്ല രസമുണ്ട്. ഞാൻ എടുത്തതിന് മാച്ചാണ്. ഹാല ഓക്കെ. എന്താ ചെയ്യണ?
രസമുണ്ടോ? ഓക്കെ. ഹലോ. Thank you. $550 large, that's one. Original fries, only fries. ഇതിലേതാണ് ഈ പറഞ്ഞത്? ഇതെന്താ കണ്ട അത് നോക്കണം. ഗുണമില്ല അത് കഴിക്കുമ്പോ. പുറത്ത് പോയിട്ട് ഇപ്പോൾ വന്നിട്ട് ഒരു 1 hour ആവുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് പോകാൻ നേരത്ത് കുറേ മെസ്സാക്കിയിട്ടിട്ടാണ് പോയത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാം ക്ലീനാക്കി എല്ലാം നല്ല വൃത്തി മെനക്കാക്കി വച്ചതാണ്. പക്ഷെ എങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ പോകാനുള്ള ധൃതി പിടിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് എടുത്തിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടായിരിക്കും പോവുക. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോകാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് കയറി വരുമ്പോൾ നമ്മളെ വീട് നല്ല വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തിരക്ക് പിടിച്ചൊന്നും പോകുമ്പോൾ ഒന്നും എപ്പോഴും പറ്റാറില്ല. അതുകൊണ്ട് കുറച്ചിങ്ങനെ വൃത്തികേടാക്കിയിട്ടിട്ട് പോയതൊക്കെ ഒന്ന് മടക്കി വെച്ച് എല്ലാം ഒതുക്കിയെടുത്ത് വയ്ക്കായിരുന്നു ഇത്ര നേരം. ഇനി ഫുഡ് ഓൾറെഡി കഴിച്ചതാണ്. പക്ഷെ എന്നാലും ഒരു ഫുൾ മീലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചു. പക്ഷെ അത്ര ഒരു വിശപ്പ് മാറിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഫുഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് വാങ്ങിച്ച ഫുഡ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഞാനത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ചൂടാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കുറേ നാളായിട്ടൊരു ഓവൻ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വിചാരിച്ച് മടിയാക്കി ഇങ്ങനെ മാറ്റി വെച്ചു. പക്ഷേ ഈ മാസം ഞാൻ എന്തായാലും വാങ്ങിച്ചു. വേറൊന്നുമല്ല, എല്ലാ വീട്ടിലും ഭയങ്കര അത്യാവശ്യം വേണ്ട ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് ഓവൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ എനിക്ക് ഇതിൻ്റെ ഒരു കുറവ്. എനിക്ക് പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ പ്രിപ്പയർ ആക്കി വെച്ചിട്ട് പിന്നെ തിരിച്ച് ചൂടാക്കണമെങ്കിൽ അടുത്ത പാത്രം എടുക്കണം. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ വാങ്ങിക്കണം എന്നുണ്ട്, വാങ്ങിക്കാം. പക്ഷെ എന്നാലും ഓക്കെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു സംഭവമാണ്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ചു. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഓവൻ. ഇത് സാംസങ് ആണ് ബ്രാൻഡ്. ഞാനിങ്ങനെ എന്തെങ്കിലും ലോങ് ടൈം യൂസിനുള്ളതോ അല്ലെങ്കിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞാൻ നല്ല ബ്രാൻഡേ വാങ്ങിക്കാറുള്ളത്. വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല കേട്ടോ. കാരണം നമുക്ക് ലോങ് ടൈം യൂസ് ആക്കുമ്പോൾ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ബ്രാൻഡുകളും കുറച്ച് വാറണ്ടി കിട്ടുന്ന ബ്രാൻഡുകളുമാണ് ഞാൻ ചൂസ് ചെയ്യാറ്. വേറൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ ലോങ് ടൈം ഇത് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ലോങ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ സാംസങ് ആണ് വാങ്ങിച്ചത്. വേറെ ഇതിലും വലിയ ബ്രാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓക്കെ ആയിട്ടുള്ളൊരു ഇതായതുകൊണ്ട് ഞാൻ സാംസങ് വാങ്ങിച്ചു. കുറേ നാളായിട്ട് ഞാൻ പറഞ്ഞല്ലോ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കാത്തതല്ല, മനഃപൂർവ്വം നടത്തിക്കാണ്ട് ഓക്കെ എന്നാൽ അതിലും ആവശ്യമുള്ള വേറെ കുറേ അനാവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി. അങ്ങനെ ഫൈനലി ഞാൻ ഒറ്റ തീരുമാനത്തിലെടുത്ത് ഈ മാസം എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ഐ തിങ്ക് 25 ലിറ്ററോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവൻ വാങ്ങിക്കാൻ നോക്കി നടക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നതല്ല 36 BD ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഈ ഒരു ഓവൻ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് ലുലുന്നാണ്. 2 year എന്തോ വാറണ്ടി ഉണ്ട്. 2 year ആണോ 1 year ആണോ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ച് പിന്നെ എനിക്ക് നല്ല യൂസ്ഫുൾ ആണ്. കാരണം ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഇപ്പോൾ ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാലും കുറച്ചൊക്കെയാണ് ഒരു പോർഷനൊക്കെ ബാക്കിയുള്ളെങ്കിലും കളയുകയായിരുന്നു ചെയ്യാറ്. കാരണം കളയാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, പിന്നെ ചൂടാക്കി കഴിക്കാനുള്ള മടി കൊണ്ടും പിന്നെ പാത്രം കഴിയാൻ വയ്യാത്തതുകൊണ്ടും അങ്ങനെ കളയും. പക്ഷെ ഇപ്പം ഞാൻ എല്ലായിടത്തും വെക്കുന്നുണ്ട്. ഹലോ വീണോ? ഒരു മിനിറ്റ്. വീണോ മുന്നേ? ഇല്ലല്ലോ. സോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും
എന്താണ് ഫ്രൈഡ് റൈസ് ഉച്ചയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷ് ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചത്. ഫിഷ് ബിരിയാണിന് ബില്ല് വരുമ്പോൾ ചൂടാക്കി കഴിച്ചോളും. ഞാനും ഹാലയും ഫ്രൈഡ് റൈസ് കുറച്ച് കഴിച്ചിട്ട് ഹാലക്കും കൊടുത്തിട്ടുണ്ട്. ഹാലനെ ഉറക്കണം. ഹാലിന് തീരെ ഉറങ്ങിയിട്ടില്ല. ഒരു ഹാഫ് ആൻ അവർ കാറിൽ കിടന്നിട്ട് ഉറങ്ങിയതാണ്. പിന്നെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഫുഡ് കൊടുത്തിട്ട് ഇനി ബാക്കി ഇരിക്കാം. ഇനി പോയിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കുക. ഹാലൊക്കെ ഫുഡ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഹാല ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും വേഗം എനിക്ക് എടുത്ത് ഉറക്കണം. എനിക്ക് നാളെ മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്. സോ അങ്ങനെയൊക്കെ പോയി കഴിക്കട്ടെ. പ്രിൻസസ് ഹാല, ഓപ്പൺ യുവർ മൗത്ത്. ഓക്കെ, ചിക്കൻ തരാം. ഗുഡ് ഗേൾ. ഓ, പ്രിൻസസ് ആണ്. പ്രിൻസസ് ഫുൾ കഴിക്കും അല്ലേ? ആളെന്നെ എവിടെ പോയി? കാറിൽ പോയായിരുന്നോ? മാളിൽ പോയോ? എന്തെങ്കിലും പറയൂ. ഹായ് ഗായ്സ് പറ. ഹായ് ഗൈസ്. ആ, ഹായ് ഗായ്സ്. വായിൽ മൊത്തം ചോറ് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈ ഒരു സെറാവിയുടെ മോയ്സ്ചറൈസർ അല്ല, സെറാവിൻ്റെ ഫേസ് വാഷ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ഓൾമോസ്റ്റ് അല്ല, കംപ്ലീറ്റ് ഫിനിഷ് ആവാറായിട്ടുണ്ട്. ആകെ ഒന്നോ രണ്ടോ കുറച്ചൊക്കെ കിട്ടാനുള്ളൂ. ഇനി അതൊക്കെ മാറ്റി യൂസ് ചെയ്യണമെന്നുണ്ട്. കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്തത് തന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ല പ്രൊഡക്റ്റാണ്. ബട്ട് എന്നാലും എനിക്ക് മാറ്റി യൂസ് ചെയ്യണമെന്നുണ്ട്. സോ ഐ തോട്ട് ഇവിടെ ഒരു കൊറിയൻ സ്കിൻ കെയറിൻ്റെ ഒരു ഷോപ്പ് ഞാൻ ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ട്രൈ ദാറ്റ്. എനിക്കറിയില്ല. ജസ്റ്റ് വെയിറ്റ്. ആയിട്ട് അപ്പോൾ ഞാനൊരു നേരത്തെ പറഞ്ഞില്ലേ ഒരു കൊറിയൻ സ്കിൻ കെയർ ഷോപ്പ് ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയി നോക്കിയില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഉറപ്പില്ല കേട്ടോ, കാരണം എനിക്ക് വലിയ പ്രശ്നമില്ലാത്തൊരു സ്കിന്നാണ് ഇതുവരെ. ഞാൻ നേരത്തെ പറഞ്ഞ വിന്റർ സീസൺ ആയാലാണ് പ്രശ്നമാവുള്ളൂ. എൻ്റെ ഒരു കൊളീഗ് ഇങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ ഒരു കൊറിയൻ ഷോപ്പ് ഉണ്ടെന്ന്. സ്കിൻ കെയറിൻ്റെ ഒക്കെ എല്ലാം ഉണ്ട്. എനിക്കറിയില്ല, ഞാൻ പോയി നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പറയണില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു വന്നതല്ല, എൻ്റെ വിന്റർ സീസൺ ആയി കഴിയുമ്പോൾ സ്കിൻ നല്ലോണം ഡാമേജ് ആവും. അപ്പോഴത്തേക്കും ഒന്ന് സ്കിൻ കെയർ ഒന്ന് പക്കെ ആക്കണം എന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസമല്ല കുറേ ആയിട്ട് സ്കിൻ കെയർ പ്രോപ്പർ അല്ല. അതുകൊണ്ടാണ് വ്ളോഗിൽ സ്കിൻ കെയർ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഇടാത്ത തന്നെ. സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുന്നേ ഇല്ല, ടു ബി വെരി ഫ്രാങ്ക്. അതുകൊണ്ട് ഇനി എന്തായാലും സ്കിൻ കെയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോക്കട്ടെ. എപ്പോഴും കുറേ പ്രൊഡക്ട്സിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്യാറുള്ള ആളാണ്. യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ഓക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ പോകും. ബട്ട് നമ്മളെപ്പോഴും സ്കിൻ കെയറിൽ ഞാൻ ആരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു വീഡിയോയിൽ. സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മളിങ്ങനെ മാറ്റി നോക്കണം. ചിലപ്പോൾ ഇതിലും വർക്ക് ആവുന്ന വേറെ പ്രൊഡക്ട്സ് ഉണ്ടാവും. പക്ഷേ നമ്മൾ സ്കിൻ ടൈപ്പൊക്കെ അനുസരിച്ച് നോക്കണം. ഇപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങൾ ആരുടെയും മറ്റു സ്കിൻ ടൈപ്പ്. അതുകൊണ്ട് ഇന്ന ആൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ പറയില്ല. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് പോലും ഇന്ന ആൾക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഫോർമുല വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നാണ് നമുക്ക് അത്രത്തോളം നമ്മൾ അത്രത്തോളം കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ എൻ്റെ സ്കിൻ കെയർ എന്താണോ അത് തന്നെ നിങ്ങളോട് ഫോളോ ചെയ്യാൻ പറയില്ല. പക്ഷേ ഈ പറഞ്ഞ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്നാലും ഈ പറയാണ് നമുക്ക് പോലും അറിയില്ലാതെ എന്തെങ്കിലും ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കണ്ടന്റ് അതിൻ്റെ അകത്തുള്ളൊരു കണ്ടന്റ് കാരണം ബുദ്ധിമുട്ടാവാം. അതാണ് സ്കിൻ കെയറിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ.
നമ്മളെപ്പോഴും യൂസ് ചെയ്ത് നോക്കി വാങ്ങിക്കുക. അതല്ലെങ്കിൽ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റ്, ഭയങ്കര പ്രശ്നമുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ എപ്പോഴും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വ്ളോഗ് നമുക്കിവിടെ എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എന്തായാലും നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. കൂടുതൽ വിശേഷങ്ങൾ ഇനി അടുത്ത വ്ളോഗിൽ പറയാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.